വിവാഹത്തോടൊപ്പം വിവാഹിതരാകുന്ന 16 ദമ്പതികൾ, ബാവഹാജിയുടെ മകനും വധുവും, അതുപോലെ മറ്റ് 16 ദമ്പതിമാരും, അങ്ങനെ എല്ലാം ഒത്തുചേർന്ന ഈ മഹനീയ സദസ്സിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. CP ബാവഹാജി നമുക്കെല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകുന്ന ഒരു കലാലയമാണ്. ഇതുപോലെ വേറെയും വിദ്യാഭ്യാസ കുടുംബങ്ങളിൽപ്പെട്ടവർക്കും വിവാഹിതരാകുവാനുള്ള ഒരു സൗഭാഗ്യം, വിവാഹിതരാകുന്ന പുതിയ ദമ്പതികളെയും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിതാവസാനം വരെ ഒന്നിച്ച് സന്തോഷകരമായി ജീവിക്കാൻ, ആ ദാമ്പത്യത്തിൽ നല്ല കുസുമങ്ങൾ. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അഭിനന്ദരായ തങ്ങന്മാർ, പ്രിയപ്പെട്ട MLA മാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ വിവാഹ ചടങ്ങിന് സാക്ഷിയാവാൻ കടന്നു വന്ന വ്യക്തികളെ, വളരെയധികം സന്തോഷവും അഭിമാനവുമുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം. സാമൂഹിക വിവാഹ ചടങ്ങുകൾ നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ബാവഹാജിക്ക് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, പ്രിയപ്പെട്ട തങ്ങൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിൽ പേരെടുത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായ KMCCയുടെ ആദ്യകാല നേതാവായിരുന്നു പ്രിയപ്പെട്ട ബാവഹാജിക്ക്. എന്ന് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമെന്ന് നമ്മളൊക്കെ വിലയിരുത്തുന്ന ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചപ്പോൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ആരംഭിച്ച ബൈത്തുർ റഹ്മ പദ്ധതിയുടെ നമ്മുടെ ബാവഹാജിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന അതിൻ്റെ വിദ്യാഭ്യാസ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. കഴിഞ്ഞ 2-3 തവണകളിലായി ഇതുപോലെയുള്ള